തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നും 700 മീറ്റർ ദൂരത്തായിട്ടാണ് ഈ ഒരു 14 സെൻറ്റ് സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, ഫനാസാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്നും വെറും 700 മീറ്റർ ദൂരത്തായിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വെറും 350 മീറ്റർ ദൂരത്തായിട്ടുള്ള ഒരു 14 സെൻറ്റ് സ്ഥലമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, അതായത് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് കണ്ടുനോക്കാം. അതിന് ശേഷം വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഈ കാണുന്ന 16 അടി വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ട് കിഴക്ക് വശത്തോട്ട് ഫേസിംഗ് ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ലാൻഡിൻ്റെ സ്കെച്ച് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഏതാണ്ട് 20 മീറ്ററിന് മുകളിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടി. വീട് പണിയുവാനോ അതല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകൾ പണിയുവാനോ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണിത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പരിസരത്തായി നിരവധി അപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലാൻഡിൻ്റെ കാഴ്ചയിലേക്ക് പോവാം. ഏതാണ്ട് ഒരു 30 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു വീടാണ് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത്. ഒരു 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണിത്. അതിനാൽ തന്നെ വീടിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിക്കുന്നില്ല. ഈ ഒരു ലാൻഡിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ലാൻഡിൻ്റെ വിലക്കാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്തെന്നാൽ വർഷം തോറും ജലലഭ്യതയുള്ള, നല്ല വേനൽക്ക് പോലും ജലം ലഭിക്കുന്ന, ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പരിസരത്തുള്ള ലാൻഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷിഭൂമി ഇനത്തിൽ വരുന്ന ലാൻഡുകളാണ് ഈ പ്രോപ്പർട്ടിയുടെ പരിസരത്തൊക്കെ വരുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തരം മാറ്റിയ പ്രോപ്പർട്ടിയാണ്. അതായത് നെഞ്ച കാറ്റഗറിയിൽ നിന്ന് അതല്ലെങ്കിൽ കൃഷിഭൂമി കാറ്റഗറിയിൽ നിന്ന് തരം മാറ്റിയ പ്രോപ്പർട്ടിയാണ്. അതിനാൽ തന്നെ റെസിഡൻഷ്യൽ പർപ്പസിനോ അതല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനോ യാതൊരുവിധ നിയമ തടസ്സമില്ലാത്ത ഒരു പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു 350 മീറ്റർ ദൂരത്തായിട്ടാണ് മുസ്ലിം പള്ളി വരുന്നത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഭാഗത്തേക്കുള്ള ദൂരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 700 മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത്. അതായത് നടക്കാവുന്ന ദൂരത്തിലാണ് ഗുരുവായൂർ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയെ പരിസരത്ത് ഒരുപാട് അപ്പാർട്ട്മെൻറ്റുകൾ വരുന്നുണ്ട്. വെള്ളം കയറാത്ത ഒരു ഭൂമിയാണിത്. അതുപോലെ തന്നെ വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവുമില്ലാത്ത നല്ല ശുദ്ധമായ ജലം ലഭിക്കുന്ന ഒരു ഏരിയ. ഗുരുവായൂർ പോലെയുള്ള ഒരു ടൗണിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ബാങ്കുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യവും ഈ പ്രോപ്പർട്ടിയുടെ പരിസരത്ത് ലഭ്യമാണ്. ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസരത്തായ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഡെവലപ്മെന്റുകൾ വരാനിരിക്കുന്നതാണ്. റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, കാര്യമായിട്ടുള്ള ഡെവലപ്മെന്റ് വരും വർഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. അപ്പാർട്ട്മെന്റുകൾ പണിയാനോ അതല്ലെങ്കിൽ വീട് പണിയാനോ അനുയോജ്യമായ ഈ ഒരു 14 സെൻറ്റ് സ്ഥലത്തിന് ഇതിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇതൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്. തൊട്ടടുത്തൊക്കെ നിരവധി അപ്പാർട്ട്മെൻറ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. സെൻറ്റിന് 13,50,000 രൂപ നിരക്കിലാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിന്ന് ചെറിയ വിട്ടുവീഴ്ചയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും ഈ പ്രോപ്പർട്ടി ഒന്ന് കാണുവാനും വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ചാനൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അതേ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ.